റാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അഭിന്നക ഗുണനം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചിട്ടുണ്ടെന്ന്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. കൂട്ടാൻ പഠിച്ചു, കുറക്കാൻ പഠിച്ചു, ഗുണിക്കാൻ പഠിച്ചു, ഹരിക്കാൻ പഠിച്ചു. ഈ 4 സാധനങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു സാധനം. അതായത് ഇതുമായിട്ട് ഇപ്പം ചെയ്ത പോലെയല്ല, വേറൊരു പരിപാടിയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? സമഭുജ ത്രികോണം എന്ന് പറയും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലടാ, ദേ ഇവിടെ നോക്കിയോ. ഒരു ട്രയാങ്കിളിന്റെ, ഒരു ത്രികോണത്തിന്റെ 3 സൈഡുകളും ഈക്വൽ ആണെങ്കിൽ, ഇപ്പൊ ഇതൊരു 6 സെന്റിമീറ്റർ, ഇതൊരു 6 സെന്റിമീറ്റർ, ഇതൊരു 6 സെന്റിമീറ്റർ, അല്ലെങ്കിൽ വേറൊരെണ്ണം, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകളും ഈക്വൽ ആണെങ്കിൽ, തുല്യമാണെങ്കിൽ, ആ ത്രികോണത്തിന് പറയുന്ന പേരാണെന്ത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഈ സമഭുജ ത്രികോണത്തിന്റെ, ശ്രദ്ധിക്കണം, ഈ ഒരു സമഭുജ ത്രികോണം ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഒരു സമഭുജ ത്രികോണത്തിന്റെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എ എന്ന് വിളിക്കാം. അടുത്ത സൈഡും ഇപ്പൊ എന്തായിരിക്കും? എ ആയിരിക്കും. അടുത്ത സൈഡും എന്തായിരിക്കും? എ ആയിരിക്കും. ഈ സമഭുജ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ദൂരം, ഇത് പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ കൃത്യം നേരെ വരയ്ക്കുന്ന 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന വരെയാണ്. അതായത് ഈ ഹൈറ്റ് എന്താണ്? കൃത്യം നേരെയാണ്. ഇതിനെ പറയുന്ന പേര് ഹൈറ്റ് എന്നാണ്. ഹൈറ്റ് മലയാളത്തില് ഉന്നതി എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഉയരം എന്നൊക്കെ പറയാം, കേട്ടല്ലോ. അപ്പോൾ ഹൈറ്റ് അല്ലെങ്കിൽ ഉന്നതി, ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കണം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം അല്ലെങ്കിൽ ഉന്നതി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. ഇതേ നോക്കിയേ, √3/2a. എന്താണ്? √3/2a. അതായത് ഇതിനെ നമ്മൾ h എന്ന് വിളിച്ചാൽ, ഹൈറ്റ് എന്ന് വിളിച്ചാൽ, ഉന്നതി എന്ന് വിളിച്ചാൽ, അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? √3/2 × a. ഈ a എന്ന് പറഞ്ഞാൽ എന്താടാ? അവിടുത്തെ ഒരു സൈഡ് എന്താണോ അതാണ് a. അപ്പൊ ദേ ഇതിന്റെ ഒരു ഹൈറ്റ് എന്ത് വരും? ശ്രദ്ധിച്ചു. ഇതിന്റെ ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്താണ്? √3/2 × a. അപ്പൊ എന്ത് വരും? √3/2 × ഇവിടുത്തെ a എത്രയാണ്? ഇവിടുത്തെ a എത്രയാണ്? ഒരു സൈഡ് എത്രയാണ്? 6 സെന്റിമീറ്റർ. അപ്പൊ √3/2 × എന്ത് ചെയ്യും? 6 കൊടുക്കണം. ഇപ്പൊ √3/2 × 6. ഇവിടെ നോക്കിയേ, ഈ 2ഉം ഈ 6ഉം കൂടി കട്ട് ചെയ്യാം. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് എഴുതുക. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3. അപ്പൊ ആൻസർ എത്ര കിട്ടി? √3 × 3. ആൻസർ എത്രയാണ്? 3√3 സെന്റിമീറ്റർ. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. ഇതിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന്റെയും ഉന്നതി നമുക്ക് കണ്ടുപിടിക്കണം. h കണ്ടുപിടിക്കണം. h കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇവിടെ എഴുതാം അല്ലെ. h കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? √3/2 × a. ഇവിടുത്തെ a എത്രയാടാ? ഇവിടുത്തെ a എത്രയാടാ? വേഗം പറഞ്ഞ. a = എത്രയാണ്? 4 സെന്റിമീറ്റർ. അപ്പൊ h = ഇക്വേഷൻ എന്ത് വരും? √3/2 × a എത്രയാണ്? 4. നമുക്ക് ഈ 4ഉം ഈ 2ഉം കൂടി കട്ട് ചെയ്യാം. അതായത് 4നെ 2 കൊണ്ട് ഹരിച്ച് 2 എന്ന് എഴുതാം. അപ്പൊ ആൻസർ √3 × 2. ആൻസർ എത്രയാണ്? 2√3 സെന്റിമീറ്റർ അല്ലേ? സെന്റിമീറ്റർ. അപ്പോ നമുക്ക് കാണാതെ പഠിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, അല്ലെങ്കിൽ ഇതാണ്. എന്താണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ, ഇക്വിലാറ്ററൽ ആയിരിക്കണം, 3 സൈഡും തുല്യമായിരിക്കണം, എങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാൻ പറ്റത്തില്ല. 3 സൈഡും ഈക്വൽ ആണെങ്കിൽ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ, സമഭുജ ത്രികോണമാണെങ്കിൽ അതിന്റെ ഹൈറ്റ്, ഉയരം, ഉന്നതി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? √3/2a. എന്താണ്? √3/2a. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചു. നേടാ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. വിത്ത് സൈഡ് 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി അല്ലെങ്കിൽ ഉയരം കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. അതായത് ഇവിടെ തന്നിട്ടുള്ള എന്ത് ട്രയാങ്കിൾ ആണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും എത്ര സെന്റിമീറ്റർ തന്നെ ആയിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഇതിന്റെ ഒരു സൈഡ് a എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഉന്നതി അല്ലെങ്കിൽ ഉയരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സിമ്പിൾ, √3/2a. എന്താണ്? √3/2a. അപ്പോൾ എയ്ക്ക് നമ്മളിപ്പോൾ a എത്രയാണ്? ഇവിടെ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ a എത്രയാണ്? 10 സെന്റിമീറ്റർ. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ √3/2 × a എത്രയാണ്? 10.
ഈ 2ഉം ഈ 10ഉം കൂടി കട്ട് ചെയ്യാം. അതായത് 10നെ 2 കൊണ്ട് ഹരിച്ച് 5 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ എത്രയാണ്? √3 × 5. ആൻസർ എത്രയാണ്? 5√3. സെന്റിമീറ്റർ അല്ല തന്നിരിക്കുന്ന കാരണം സെന്റിമീറ്ററിൽ തന്നെ എഴുതിക്കൊള്ളണം. അപ്പോൾ ഹൈറ്റ് എത്ര കിട്ടി? 5√3. അപ്പോൾ ഇക്വേഷൻ മറക്കരുത്. ഹൈറ്റ്, ഉയരം, ഉന്നതി കണ്ടുപിടിക്കണം. എന്തിൻ്റെയാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഇക്വേഷൻ √3/2a. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.